വിലക്കുറവിനൊപ്പം മാറ്റുകുറയത്തിൽ വിശ്വസ്തതയുമായി JS ഫാഷൻ ജ്വല്ലേഴ്സ് SBT ബാങ്കിന് സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. The final destination of fashion jewels. JS Fashion Jewellers, Anjal. Phone 9847 999874 0475 2274 വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ് അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. The awesome collection of ready-made wear. JS Wedding Palace, Anjal. Phone 0475 2277 119. വ്രതശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. ഇത്തവണ പെരുന്നാളിനെ കൂടുതൽ മനോഹരമാക്കുവാൻ വിപുലവും വർണ്ണാഭവുമായ പുതുപുത്തൻ മെൻസ്, ലേഡീസ്, കിഡ്സ് ട്രെൻഡി കളക്ഷൻസുമായി JS വെഡിംഗ് പാലസും ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും JS ഗ്രൂപ്പിന്റെ റംസാൻ ആശംസകൾ. നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ആര് പറഞ്ഞാലും നേര് പറയണം. ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്. നല്ലവരാറ് കൊല്ലുവിൻ നേരെ നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം. അരിയുടെയും പച്ചക്കറിയുടെയും മാത്രമല്ല, നിവേദ്യ പ്രസാദത്തിന്റെ വില കൂട്ടിയാലും പ്രതിഷേധിക്കാൻ ഭക്തർക്ക്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പ പ്രസാദത്തിന്റെ വില കൂട്ടിയതിൽ ഭക്തർ വ്യാപക പ്രതിഷേധത്തിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനെയാണ് ഭക്തർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം ഭക്തർക്ക് ലഭിക്കാതായിട്ട് 17 ദിവസം. മഹാഗണപതിയുടെ ഇഷ്ടനിവേദ്യം ഭക്തർക്ക് നിഷേധിച്ച ദേവസ്വം ബോർഡിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ വാശിയാണ് നിവേദ്യം ഭക്തർക്ക് ലഭിക്കാതിരിക്കാൻ കാരണമായതെന്നാണ് ഭക്തസംഘടനകൾ ആരോപിക്കുന്നത്. 20 രൂപയുണ്ടായിരുന്ന ഒരു കവർ ഉണ്ണിയപ്പത്തിന്റെ വില ഏകപക്ഷീയമായി 35 രൂപയാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉപദേശക സമിതിയും വിവിധ സംഘടനകളും പ്രയാറിനെ സമീപിച്ചിരുന്നു. എന്നാൽ 1 രൂപ പോലും കുറയ്ക്കില്ലെന്ന പിടിവാശിയിലായിരുന്നു പ്രസിഡന്റ്. ക്ഷേത്രകുളത്തിൽ ഭക്തജനങ്ങൾ പ്രതിഷേധ സൂചകമായി നിൽപ്പ് സമരം നടത്തിയപ്പോഴും വില കുറയ്ക്കില്ലെന്ന മുൻ നിലപാട് ആവർത്തിക്കുകയായിരുന്നു പ്രസിഡന്റ്. ഒടുവിൽ കൊട്ടാരക്കര മുൻസിഫ് കോടതി കേസിൽ അന്തിമ തീർപ്പുണ്ടാക്കുന്നതുവരെ വിലക്കയറ്റം നടപ്പാക്കരുതെന്ന് ഉത്തരവിട്ടെങ്കിലും ബോർഡിൽ നിന്നും ഉത്തരവ് കിട്ടിയിട്ടേ ഉണ്ണിയപ്പം ഭക്തർക്ക് വിതരണം ചെയ്യാവൂ എന്നായിരുന്നു കീഴുദ്യോഗസ്ഥർക്ക് ലഭിച്ച നിർദ്ദേശം. കേസിൽ ഇരുകൂട്ടരുടെയും വാദം കേട്ടാണ് അന്തിമ വിധി വരുന്നതുവരെ വില വർധനവ് പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചത്. അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയതുകൊണ്ട് ഉണ്ണിയപ്പത്തിന് വില വർദ്ധിപ്പിക്കണമെന്ന കീഴ്ശാന്തിയുടെ അപേക്ഷ മാനിച്ചാണ് തീരുമാനമെന്നായിരുന്നു ബോർഡിന്റെ വാദം. എന്നാൽ വർദ്ധിപ്പിച്ച 15 രൂപയിൽ 10 രൂപയും ബോർഡിന്റെ അക്കൌണ്ടിലേക്കാണ് പോകുന്നതെന്നും നടപടി ഗുണനിലവാരം കൂട്ടാനല്ലെന്നും ഹർജിക്കാർ വാദിച്ചു. ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം വഴിപാട് ലിസ്റ്റിൽ വരുന്നതെല്ലാം ദേവന്റെ നിവേദ്യമാണെന്നും അതിനെ കച്ചവട വസ്തുവായി ബോർഡ് മാറ്റുകയാണെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാതെ വഴിപാടുകളുടെയും നിവേദ്യത്തിന്റെയും വരെ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന നടപടിക്കെതിരെ ഭക്തജന പ്രതിഷേധം വ്യാപിക്കുകയാണ്. ഭർതൃഗൃഹത്തിൽ യുവതിക്ക് നേരെ ഭർത്താവിന്റെ ആസിഡ് പ്രയോഗം പോയ ആഴ്ചയിലെ പ്രധാന വാർത്തയായിരുന്നു. അന്ന് 20,000 50,000 രൂപയാണ് കൊടുത്തത്. അവർക്കത് പോരാന്ന് പറഞ്ഞിട്ട് അന്ന് മുതലേ പ്രശ്നങ്ങളാണ്.
വർഷങ്ങളായി വഴക്കായി. അമ്മയ്ക്കാ അത് പ്രധാനം. അവർക്ക് അത്ര അവരുടെ മോൻ അത്രയും കിട്ടിയാൽ പോരാന്നുള്ളൊരു ഇതുകൊണ്ട് അവർക്ക് പിന്നെയും പൈസ വേണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ ഇതിലെ കൂടുതൽ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. അന്നൊക്കെ നമ്മളിത് പോട്ടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ശരിക്കും ഇവിടെ പോലും എൻ്റെ വീട്ടിൽ പോലും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ അവിടെ വഴക്കുണ്ടായിരുന്നു അടിയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് എല്ലാം വിളിച്ച് പറയുന്നത്. കാരണം വെച്ചാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ വന്ന് നിൽക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് ഇപ്പോൾ ഇത് 2 മാസം കൊണ്ട് ഞാൻ വെക്കേഷൻ ടൈമിൽ ഇവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് 3-4 ദിവസമേ ആയുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് 4ാമത്തെ ദിവസം തോന്നുന്നു കുഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. കുഞ്ഞിനെ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. കുഞ്ഞ് അവിടെ വരുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ കിടക്കട്ടെ, നിനക്ക് എന്തിൻ്റെ സുഖമുണ്ട്, അവിടെ കിടക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ കുഞ്ഞ് രാത്രി ഉണർന്ന് കഴിയുമ്പോൾ പിന്നെ അമ്മയെ കാണാൻ പിന്നെ രാത്രി കരയും. ഒരു ആട്ടപ്പാതിരാക്കി പിന്നെ കുഞ്ഞിനെ എടുക്കാൻ പോകണ്ട, അപ്പോൾ എടുത്തുകൊണ്ട് തന്നെ കുഞ്ഞില്ലാതെ എനിക്ക് കിടന്ന് ഉറക്കം വരത്തില്ല. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാനിപ്പോൾ മുറ്റത്ത് ഇറങ്ങിയിരിക്കും, എനിക്ക് കുഞ്ഞില്ലാതെ കിടക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം പറഞ്ഞാൽ അത് പറ്റത്തില്ല, നീ മുറ്റത്ത് ഇറങ്ങിയിരിക്കൂടെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കഴുത്തിന് കുത്തുക. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങൾ അന്നേരം ആ കുട്ടി ഈ അടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിയൊരു പട്ടിയിൽ പോലെ സാധനം എടുത്ത് അടിക്കുമായിരുന്നു. വഴക്കുണ്ടാക്കി അന്നേരം ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അതേ ഉള്ളു വിഷയം. ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് പറ്റത്തില്ലെന്നും പറഞ്ഞുണ്ടായി കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിയൊരു പട്ടിയിൽ വേറെ എന്തോ ഒരു വലിയ കമ്പെടുത്ത് വെച്ച് അടിക്കുമായിരുന്നു. അടിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ബെഡ്റൂമിൽ കാണിച്ച് തലയൊക്കെ അപ്പച്ചന് പൊട്ടി ചോര എടുക്കുന്നുണ്ട്. അച്ഛൻ്റെ ബെഡ്റൂമിലോട്ട് ഓടിക്കയറിയത്. എടുക്കുന്നപ്പോൾ അച്ഛന് വന്ന് പിടിച്ചെങ്കിലും ഒത്തിരി പ്രായമുള്ള മനുഷ്യനാണ്. അച്ഛൻ പാവാ. എന്നിട്ട് അച്ഛൻ വന്ന് പിടിച്ചെങ്കിലും അച്ഛനെ പിടിച്ച് തള്ളിയിട്ടാ പിന്നെ അടിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തോട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ വെച്ചാൽ അടിയെല്ലാം കഴിഞ്ഞ് പോയതായിരിക്കും. പട്ടീനെ വെച്ച് അടിച്ചോട്ട് പുറത്തോട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ വെച്ചാൽ അടിയെല്ലാം കഴിഞ്ഞിട്ട് പോയതായിരിക്കും. പോയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ആസിഡ് കൊണ്ട് കയറി വരുന്നത് മുഖത്തൂടെ ഒഴിക്കാൻ കൊണ്ടുവന്നതായിരിക്കും. മുഖത്തൊഴിക്കാൻ കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ ചെള്ളയ്ക്കും ഇങ്ങനെ ഞാനപ്പോൾ പെട്ടെന്ന് തട്ടി ഇതാന്ന് കണ്ടുകൊണ്ട് പെട്ടെന്ന് തട്ടിയപ്പം ഇങ്ങനെ ചെള്ളയ്ക്കത്തേക്ക് ഇപ്പോൾ ഒത്തിരി അങ്ങ് ഇളകിപ്പോയി. അത് ഇങ്ങനെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് എവിടോട്ട് നല്ലതായിട്ട് അങ്ങ് വീണതുകൊണ്ട് അവിടെ ഇത്രയും അങ്ങ് പൊള്ളി ചെയ്തു. പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ അവിടുന്ന് പോരാനെ കൊണ്ട് അമ്മ വിളിച്ച് പറഞ്ഞിട്ട് പോരാനെ കൊണ്ട് ഇറങ്ങിയപ്പോൾ റോഡിലിട്ട് പിന്നെ അടിയായിരുന്നു. അടിയെന്ന് പറയുമ്പോൾ അടി ഇടിയും അപ്പോഴത്തേനും ഭയങ്കരമായിട്ട് പോരുന്നതിനായിരിക്കും. പിറവന്തൂർ ധന്യാഭവനിൽ ധന്യാകൃഷ്ണനാണ് ആക്രമണത്തിനിരയായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. യുവതിയുടെ ഭർത്താവ് ചെങ്ങന്നൂർ മനൂമംഗലത്തിൽ ബിനുകുമാർ ചൊവ്വാഴ്ച രാത്രി സ്ത്രീധന പ്രശ്നത്തിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കുകയും ധന്യയുടെ ദേഹത്ത് ആസിഡ് ഒഴിക്കുകയുമായിരുന്നു. ആസിഡ് മുഖത്തൊഴിക്കാനാണ് ശ്രമിച്ചത്. അത് തടഞ്ഞപ്പോഴാണ് ദേഹത്ത് വീണത്. യുവതിയുടെ ദേഹമാസകലം പൊള്ളലേറ്റിട്ടുണ്ട്. സംഭവത്തിന് ശേഷം യുവതിയെ ആശുപത്രിയിലെത്തിക്കാൻ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും തയ്യാറായില്ല. അടുത്ത ദിവസം യുവതിയുടെ മാതാവ് ചെങ്ങന്നൂരിലെത്തി യുവതിയെ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിച്ചപ്പോഴും ബിനുകുമാർ മർദ്ദിച്ചതായി യുവതി പറഞ്ഞു. വിറകു കഷ്ണം കൊണ്ടായിരുന്നു മർദ്ദനം. ഇതിനുശേഷം യുവതി ആശുപത്രിയിലെത്തുകയും ബിനുകുമാറിനെതിരെ പരാതി നൽകുകയുമായിരുന്നു. പരാതി നൽകിയ വിവരം അറിഞ്ഞതോടെ ബിനുകുമാർ ഒളിവിലാണ്. ബിനുകുമാറിന്റെയും ധന്യയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷത്തിലേറെയായി. 9ഉം 5ഉം വയസ്സ് വീതമുള്ള 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. വിവാഹത്തിന് യുവതിയുടെ വീട്ടുകാർ 20,000 രൂപയും 50 പവനും സ്ത്രീധനമായി നൽകിയിരുന്നു. കൂടുതൽ തുക വേണമെന്നാവശ്യപ്പെട്ട് യുവതിയെ ഭർത്താവും ഭർത്തൃവീട്ടുകാരും നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പീഡനം സഹിക്കാനാവാതെ യുവതി സ്വന്തം വീട്ടിൽ വന്ന് 1 വർഷത്തോളം നിന്ന സംഭവമുണ്ടായി. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. പാതകളിലെ അമിത വേഗതയുടെ ഒടുവിലത്തെ രക്തസാക്ഷിയായിരിക്കുകയാണ് അഞ്ചൽ സ്വദേശിയായ ബിടെക് വിദ്യാർത്ഥി കാൽവിൻ. ഒരു നാടിനെ ഒട്ടാകെ കണ്ണീരിലാഴ്ത്തിയ അപകട മരണമായിരുന്നു അവന്റെ. അഞ്ചൽ പുനലൂർ റോഡിൽ ഗോകുലം ടവറിന് സമീപത്ത് വെച്ച് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. അഞ്ചലിലേക്ക് വരികയായിരുന്ന ബൈക്ക് യാത്രക്കാരനെ പുനലൂരിലേക്ക് അമിതവേഗത്തിൽ കടന്നുപോകുകയായിരുന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കാർ ദേഹത്തുകൂടി കയറിയിറങ്ങി ബൈക്ക് യാത്രക്കാരനായ ബിടെക് വിദ്യാർത്ഥി തൽക്ഷണം മരണപ്പെട്ടു. അഗസ്ത്യക്കോട് ഷാജി മന്ദിരത്തിൽ അനിൽ എബ്രഹാമിന്റെ മകൻ കാൽവിനാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലും പരിസരത്തുമായി കാൽവിന്റെ ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറുകയായിരുന്നു. ഇടിച്ചിട്ട കാർ നിർത്താതെ കടന്നുപോയി. മാർത്താണ്ഡം എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ് കാൽവിൻ. അഞ്ചൽ കണ്ണങ്കോട് MTUPSലെ ഹെഡ്മാസ്റ്ററാണ് കാൽവിന്റെ പിതാവ് അനിൽ എബ്രഹാം. ഷീനയാണ് മാതാവ്. കെവിൻ ഏക സഹോദരനാണ്. കാൽവിനെ അവസാന യാത്ര അയക്കാൻ ഒരു നാടൊട്ടാകെ അവന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. പോകുന്നേ ഞാനും ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര
എത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. കാൽവിന്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. മൃതദേഹത്തിന് മുന്നിൽ കാൽവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ വിതുമ്പുന്ന കാഴ്ചകളും ഇവിടെ എത്തിയവരുടെ കണ്ണുകളെ ഈർന്നണിയിച്ചു. അഞ്ചൽ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലാണ് മൃതദേഹം സംസ്കരിച്ചത്. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. കാൽവിനെ ഇടിച്ചിട്ടിട്ടും നിർത്താതെ പോയ ആ നരാധമന്മാർ ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. കാറിടിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ കാൽവിൻ മരിക്കാനിടയായ സംഭവത്തിൽ കാർ ഡ്രൈവർ പത്തനംതിട്ട കുലശേഖരപേട്ടയിൽ അബ്ദുൾ ജവാബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 6:30 അഞ്ചൽ പുനലൂർ റോഡിലെ സ്റ്റേറ്റ് ബാങ്കിനു സമീപത്ത് വെച്ചായിരുന്നു കാൽവിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. വിദ്യാർത്ഥി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അഞ്ചൽ SI PS രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് കാർ പത്തനംതിട്ട കുലശേഖരപേട്ടയിൽ നിന്ന് കണ്ടെത്തിയത്. അഞ്ചൽ പുനലൂർ റോഡിലെ ഒരു കടയിലെ CCTV ദൃശ്യമാണ് കാർ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കിഴക്കൻ മലയോര മേഖലയിലെ ആദിവാസി ദുരിതത്തിലേക്ക് ഒരു തിരക്ക്. കഴിഞ്ഞ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വന്നതാണ് പാർട്ടിക്കാർ. പിന്നെ ഇതേവരെ ഊരിലേക്ക് ആരെയും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ദുരിതങ്ങൾ ആരോട് പറയും? അവർക്ക് വോട്ട് മാത്രം മതി. ഞങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് അറിയണ്ട. റോഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വർഷം 6 ആയി. ഇതുവരെയും ഒന്നുമായില്ല. ഇത് കിഴക്കേ വെള്ളംതെറ്റി ആദിവാസി ഊരുനിവാസികളുടെ വാക്കുകളാണ്. വാഗ്ദാനങ്ങളുമായി എല്ലാവരും വരാറുണ്ടെങ്കിലും ഇതുവരെയും ഒന്നും നടപ്പാക്കി കണ്ടിട്ടില്ലെന്ന് ഊരുനിവാസികൾ ഒരേപോലെ പറയുന്നു. ഇവിടെ 30-ൽ പരം ആദിവാസി കുടുംബങ്ങളിലായി 100-ലധികം വനവാസികളാണ് ദുരിതം പേറി കഴിയുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ നിഷേധം മാത്രമല്ല, ഞെട്ടിക്കുന്ന നിരവധി സത്യങ്ങളാണ് ഊരിലുള്ളത്. ആദിവാസി മലയിൽ പണ്ടാരം ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെയുള്ളത്. പട്ടികവർഗ വകുപ്പ് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഇവർക്ക് യാതൊന്നും ലഭ്യമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വെള്ളംതെറ്റി കോളനിയിൽ സൗജന്യ റേഷൻ ലഭിച്ചിട്ട് മാസങ്ങളാകുന്നു. ഇതിനാൽ പല കുടുംബങ്ങളും പട്ടിണിയിലാണ്. ഉൾവനങ്ങളിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിച്ച് അത് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയാണ് ജീവിക്കുന്നത്. വന്യമൃഗശല്യവും കാലവർഷവുമായതിനാൽ വനത്തിൽ പോകുവാനും കഴിയുന്നില്ല. ഇതോടെ വനവിഭവങ്ങൾ ശേഖരിക്കാനാകാതെ മിക്ക ഊരുകളും പട്ടിണിയിലാണ്. കുട്ടികളടക്കം നിരവധി പേർക്ക് പനിയും ഛർദിലും വയറിളക്കവും പിടിപെട്ടു. മഴക്കാല ജന്യരോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ പോലും ആരോഗ്യവകുപ്പ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാർപ്പിട പദ്ധതിയിൽ മുൻഗണനയിലുണ്ടെങ്കിലും മിക്കവരും പുല്ലുമേഞ്ഞ് ചോർന്നൊലിച്ച വീടുകളിൽ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. 4 വർഷമായി സാറേ ഞാൻ എൻ്റെ വീടിന് അപേക്ഷ കൊടുത്തിട്ടു. അത് ഇന്ന് പൊളിയോ നാളെ പൊളിയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനും ഒരു പൊട്ടൻ കുഞ്ഞുമുണ്ട്, എൻ്റെ സ്വന്തം ഭർത്താവുമുണ്ട്. എനിക്ക് വീട് ഇതുവരെയും തന്നിട്ടില്ല. എൻ്റെ ആനുങ്ങൾ ഇതുവരെ ഞാൻ ചോദിച്ചത് എനിക്ക് തന്നിട്ടേ ഇല്ല. ഭയങ്കര പ്രമോട്ടിനോട് ഞാൻ ആവശ്യപ്പെട്ടു. എല്ലാ രേഖ എൻ്റെ എല്ലാ രേഖ പിന്നെ ഇവിടെ ചെന്ന് അതിന്റെ രേഖ മൊത്തം ഞാൻ കൊണ്ടുണ്ട്. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിന്റെ ഞങ്ങൾ രണ്ടും 2 ജാതിയാ, അതുകൊണ്ട് കിട്ടത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. മിക്ക വീടുകളിലും കിണറുകളോ കക്കൂസോ ഇല്ല. സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി എത്തിച്ചിട്ടുണ്ടെങ്കിലും സൗരോർജ്ജ വേലികൾ കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്നത് പതിവായതിനാൽ വൈദ്യുതി ലഭിക്കാതെ ഇരുട്ടിലാണ്. എന്തെങ്കിലും ആവശ്യത്തിനായി പുറംലോകത്ത് എത്തണമെങ്കിൽ ദുർഘടം നിറഞ്ഞ 6 കിലോമീറ്റർ വനപാതയിലൂടെ നടക്കണം. ഇവിടേക്ക് ജീപ്പ് മാത്രമാണ് എത്തുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീപ്പ് വിളിച്ചാൽ 500 രൂപയിലധികം നൽകണം. ആനയുൾപ്പെടെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം റോഡിന്റെ ദുരവസ്ഥയും മൂലം ജീപ്പുകാർ പലരും ഇവിടേക്ക് വരാറില്ല. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ട് നരകതുല്യമാണ് കിഴക്കേ വെള്ളംതെറ്റിയിലെ ഊരുനിവാസികളുടെ ജീവിതം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരി വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഇവിടം. ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാണെന്ന് പോലും ഇവർക്കറിയില്ല. വന്യവയോധികനായ തങ്കപ്പൻ പിള്ളയ്ക്ക് പുനലൂർ പോലീസ് തുണയായി. എങ്ങനെയാണെന്നല്ലേ വാർത്തകൾ. കടയ്ക്കൽ സ്വദേശി തങ്കപ്പൻ നായർക്കാണ് പുനലൂർ പോലീസ് തുണയായത്. 3 ദിവസമായി വയോധികൻ പുനലൂർ നഗരത്തിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നാട്ടുകാരും പോലീസും ചേർന്ന് വയോധികനെ വീട്ടിലെത്തിച്ചത്. 3 ദിവസം മുൻപ് സുഹൃത്തുക്കളെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു തങ്കപ്പൻ പിള്ളയെന്ന് വീട്ടുകാർ പറഞ്ഞു. ഓർമ്മക്കുറവുള്ളതിനാൽ തങ്കപ്പൻ പിള്ളയ്ക്ക് വഴിതെറ്റുകയായിരുന്നു. ഇനി ഐതിഹ്യ പെരുമയേറുന്ന ഓണാട്ടുകരയുടെ സ്വന്തം ഓച്ചിറക്കളിയിലേക്ക്. മെയ്വഴക്കവും ആയോധന തികവും കൊണ്ട് പടനിലത്തെ പടക്കളമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓണാട്ടുകരയിലെ കളരികൾ. 15, 16 തീയതികളിലായാണ് ഓച്ചിറ പടനിലത്തിൽ ഓച്ചിറക്കളി നടത്തപ്പെടുന്നത്.
കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളിലായി 250ഓളം കളരി സംഘങ്ങളാണ് വ്രതാനുഷ്ഠാനങ്ങളോടെയുള്ള പരിശീലനം നടത്തുന്നത്. പഴയ ഓണാട്ടുകര പ്രദേശം ഉൾപ്പെട്ടിരുന്ന കായംകുളം രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണാട്ട് രാജാവ് ശ്രമിച്ചിരുന്നു. എന്നാൽ വേണാട് സൈന്യത്തെ നേരിടാൻ ഓണാട്ടുകരയിലെ മുഴുവൻ ജനങ്ങളും കായംകുളം രാജാവിന്റെ സൈന്യത്തോടൊപ്പം ചേർന്നു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിനടുത്തുള്ള സ്ഥലത്തായാണ് യുദ്ധം നടന്നതെന്നാണ് വിശ്വാസം. ഓണാട്ടുകരയിലെ ഈ ധീരയോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായാണ് ഓച്ചിറക്കളി നടത്തുന്നത്. 1 മാസം നീളുന്ന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് പരിശീലനം. ദിവസവും രാവിലെയും വൈകിട്ടുമാണ് പരിശീലനം. വടിയും വാളും പരിചയമാണ് ആയുധങ്ങൾ. 18 അടവുകളും 12 ചുവടുകളുമാണ് പരിശീലിപ്പിക്കുന്നത്. 3 വയസ്സുള്ളവർ മുതൽ വാർദ്ധക്യമായവർ വരെ പടനിലത്തിൽ യോദ്ധാക്കളായി ഉണ്ടാകും. 14 വൈകിട്ട് ആചാരാനുഷ്ഠാനങ്ങളോടെ പരിശീലനം അവസാനിക്കും. അത് ഓച്ചിറ പടനിലം എന്ന് പറഞ്ഞത് കായംകുളം രാജാവ് ഇവിടെ അദ്ദേഹത്തിന്റെ പടനായകന്മാരെയും അതുപോലെ അവരുടെ സൈന്യങ്ങളെയും ഒക്കെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെയും മാവേലിക്കരയിൽ നടന്നതുപോലെ തന്നെ ഈ രാജകുടുംബം ഇവിടെ ഈ ആയോധന കലകൾ അഭ്യസിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവിടെ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഓരോ വർഷവും ഇങ്ങനെ അതിൻ്റെയൊക്കെ തന്നെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഓച്ചിറക്കളി എന്ന് പറഞ്ഞത് മിഥുനമാസം 1-ാം തീയതിയും 2-ാം തീയതിയും. 1000-ലധികം യോദ്ധാക്കളാണ് ഇത്തവണ ഏറ്റുമുട്ടുന്നത്. പോരാട്ടം മുറുകുന്നതോടെ പടനിലം രണാങ്കണമാകും. ഓച്ചിറക്കളി കാണാൻ ആയിരങ്ങളാണ് പടനിലത്തേക്ക് ഒഴുകിയെത്തുന്നത്. കാത്തിരുന്നാണ് പുനലൂരിൽ നിന്നും കിഴക്കോട്ട് ഒടുവിൽ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. പക്ഷേ തുടക്കത്തിൽ തന്നെ യാത്ര പാളുകയായിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണ രീതികളായിരുന്നു റെയിൽവേയുടേതെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. പാളങ്ങളുടെ നിർമ്മാണത്തിൽ വ്യാപകമായ അനാസ്ഥയാണ് കാട്ടുന്നത്. തറ ഉറപ്പിക്കാതെയാണ് ഇവിടെ പാളങ്ങൾ സ്ഥാപിക്കുന്നതെന്നാണ് പരാതി. ആര്യങ്കാവ് തുരങ്കത്തിന്റെ ഭാഗത്തും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൻ അഴിമതി നടക്കുന്നതായും ആക്ഷേപമുണ്ട്. ബ്രോഡ്ഗേജ് പാതയുടെ നിർമ്മാണത്തിൽ കടുത്ത അനാസ്ഥയാണ് ഉണ്ടാകുന്നത്. മുഖ്യ കരാറുകാരൻ ചെറുകിട കരാറുകാരെ കൊണ്ടാണ് പണികൾ ചെയ്യിക്കുന്നതെന്നും പറയപ്പെടുന്നു. ഏതു സമയത്തും തകർന്നു വീഴാവുന്ന നിലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതെന്നും വ്യാപകമായ ആക്ഷേപമുയരുന്നുണ്ട്. കിഴക്കൻ മേഖല പനിച്ചു വിറയ്ക്കുമ്പോൾ അഞ്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. കിഴക്കൻ മേഖല പനിച്ചു പൊരിയുമ്പോഴാണ് അഞ്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഡോക്ടർമാരില്ലാതെ വലയുന്നത്. ദിവസവും 700ഓളം രോഗികൾ എത്തുന്നിടത്ത് വെറും 5 ഡോക്ടർമാർ മാത്രമാണുള്ളത്. അതിരാവിലെ മുതൽ ക്യൂവിലെത്തുന്ന രോഗികൾ തളർന്നു വീഴുന്നതും നിത്യസംഭവമാണ്. വളരെ വൈകി മാത്രം വൈദ്യചികിത്സ ലഭിക്കുന്നതിനാൽ പാവപ്പെട്ട രോഗികൾ വലയുകയാണ്. 4 നഴ്സുമാർ മാത്രമുള്ള ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ വെറും 2 നഴ്സുമാർ മാത്രമേയുള്ളൂ. ഉച്ചയ്ക്ക് 1 രാത്രി 1 വീതം ഡ്യൂട്ടി നിജപ്പെടുത്തിയിരിക്കുന്നു. സാധാരണക്കാർക്ക് ആലംബമായിരിക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെ നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നമ്മുടെ നാട്ടിൽ തൊളിക്കോട് എന്ന സ്ഥലം പുനലൂരിന് കുറച്ചപ്പുറത്താണെങ്കിൽ ആ പേരിപ്പോൾ യോജിക്കുന്നത് പുനലൂർ KSRTC ഡിപ്പോയ്ക്കാണ്. കാരണം തൊളി അഥവാ ചെളിക്കൂട്ടായി മാറിയിരിക്കുകയാണ് പുനലൂർ KSRTC ഡിപ്പോ. ഡിപ്പോയ്ക്ക് മുൻവശം മുഴുവൻ ചെളി നിറഞ്ഞു കിടക്കുകയാണ്. യാത്രക്കാർക്ക് സ്റ്റാൻഡിലേക്ക് കയറാനാകാത്ത സ്ഥിതിയാണ്. മഴക്കാലം ആരംഭിച്ചതോടെ സ്റ്റാൻഡിനുള്ളിൽ ചെളി നിറഞ്ഞു. മഴയ്ക്ക് മുമ്പേ സ്റ്റാൻഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്തിട്ടിരുന്നു. ഇങ്ങനെ എടുത്തിട്ട മണ്ണാണ് സ്റ്റാൻഡ് ചെളിക്കെട്ടാകാൻ കാരണമായത്. സ്റ്റാൻഡിലൂടെ ചെളി നിറഞ്ഞ വെള്ളം ഒഴുകി നടക്കുകയാണ്. ചെളി നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് യാത്രക്കാർക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. എത്രയോ പേരിവിടെ മറിഞ്ഞടിച്ച് വീഴുന്ന ബസ്സുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യങ്ങളും ഒന്നുമില്ല. ഈ ചെയർ ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ദുഃഖം തന്നെ. അതുകൊണ്ട് അവിടെ എല്ലാ മണ്ണും ഇവിടെ മണ്ണും ഇത് കണ്ടോ, ഈ റോഡൊന്നും ശരിയല്ല. ഇവിടെ എല്ലാം മറിഞ്ഞടിച്ച് വീഴുകയും കുഴിയും എല്ലാ കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. നമ്മളിൽ പലരും വാഹനം ഓടിക്കുന്നവരാണ്. വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ടെന്ന ചിന്തയിൽ വേണം ഡ്രൈവിംഗ്. അമിത വേഗതയെന്ന അഹങ്കാരം നമ്മുടെ മാത്രമല്ല, മാന്യമായി യാത്ര ചെയ്യുന്നവരുടെയും ജീവൻ അപകടത്തിലാക്കിയേക്കും. ഇന്നത്തെ ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ആഴ്ചവട്ടത്തിലൂടെ കാണാം. അതുവരെ നന്ദി, നല്ല നമസ്കാരം. ഒരു കഥ പറയാം നിലയില്ല കഥ, നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, നേരായുള്ളൊരു നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, അക്കഥ ഇക്കഥ നാട്ടുകഥ.
മാറ്റി ചിട്ടകൾ മാറ്റി നാടൊരു ചട്ടം വിക്കളമായി നാടൊരു ചട്ടം വിക്കളമായി. Costume sponsored by Negros Genswear Private Bus Stand, Punalur. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ, കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. പറഞ്ഞാലും നേര് പറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. JS Fashion Jewellers, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. JS Fashion Jewellers, അഞ്ചൽ. ഫോൺ 9847999874. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. The awesome collection of ready-made wear. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഫോൺ 0475227719. വ്രതശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. ഇത്തവണ പെരുന്നാളിനെ കൂടുതൽ മനോഹരമാക്കുവാൻ വിപുലവും വർണ്ണാഭവുമായ പുതുപുത്തൻ മെൻസ്, ലേഡീസ്, കിഡ്സ് ട്രെൻഡി കളക്ഷൻസുമായി JS വെഡിംഗ് പാലസും ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും JS ഗ്രൂപ്പിന്റെ റംസാൻ ആശംസകൾ.